കണ്ടീഷൻസ് ആണ് ഞങ്ങൾ മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെയും. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു. 41 വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ADHD എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെയാണ്. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുക, ഒരു തെറാപ്പിസ്റ്റിനെ സമീപിക്കുക എന്നുള്ളതാണ്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ, നല്ലൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ സമീപിക്കുകയും ADHDയുടെ ഡയഗ്നോസിസ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് എത്രത്തോളം സിവിയറായിട്ടുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ADHDയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരു ഡോക്ടറിനെ നിങ്ങൾ സമീപിക്കേണ്ടതും, ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് അതിനെപ്പറ്റി കാണാനായിട്ട് കഴിയും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് വൈസ് ആരെയാണ് കാണേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റും. മിക്കവാറും തെറാപ്പിസ്റ്റുകൾക്കും എന്താ പറയുക, സൈക്കാട്രിസ്റ്റുകൾക്കും ADHDയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസൊക്കെ അവർ പറഞ്ഞു തരും. എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഉപയോഗിക്കേണ്ടതെന്നും അവർ പലരും ഇതിൽ എക്സ്പേർട്സാണ്. അപ്പോൾ നമുക്കതിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തരിലും, ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഇന്നറ്റൻറ്റീവ് ADHD ഉള്ളവരിൽ പല പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ളവരുണ്ട്. അപ്പോൾ പലർക്കും വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത് ആ കാര്യം എടുക്കുക, ആ കാര്യം കണ്ടിന്യൂ ചെയ്യുക, നിങ്ങളുടെ ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ ഇതിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് പഠിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതിപ്പോൾ കേൾക്കുമ്പോൾ ഇന്നറ്റൻറ്റീവ് ADHD ഉള്ള ഒരാളാണെങ്കിൽ അപ്പോൾ അത് അയാളെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളാണെങ്കിലും പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു ക്വാളിറ്റിയാണ്. പേഷ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഉടനെ തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പോയിട്ട് എന്താ പറയുക, കലണ്ടർ വെച്ചിട്ട് കൃത്യമായിട്ട് ടാസ്കുകൾ വെക്കുക, അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് വെക്കുക, അലാറംസ് വെക്കുക, എന്നിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പെട്ടെന്ന് ചെയ്യുക. അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അത് ചിലർക്ക് പക്ഷേ വളരെ എളുപ്പം പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ടൈം മാനേജ്മെൻറ്റ് ആപ്പുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ അലാറംസ് സെറ്റ് ചെയ്യുക, അലാറം വെച്ചിട്ട് പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചെറിയ രീതിയിൽ 1-2 അലാറംസൊക്കെ വെച്ച് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ മടുപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട്, പെട്ടെന്ന് ഇതൊക്കെ ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ADHD ഉള്ളവർക്ക്, ഇന്നറ്റൻറ്റീവ് ADHD ഉള്ളവർക്കും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മടുപ്പ് വരും. പക്ഷേ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്പുകൾ ട്രൈ ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള അലാറം ടോൺസ് ഒക്കെ സെറ്റ് ചെയ്യുക. അതൊരു ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടെ അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങളുടെ ഡെയിലി ലൈഫ്, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെങ്കിലും, പഠിക്കുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. പിന്നെ ഞാൻ അഞ്ചാമതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ് ടെക്നീക്സും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളൊരു തെറാപ്പിസ്റ്റിനെ കാണുമ്പോൾ തന്നെ, നിങ്ങളൊരു എന്താ പറയുക, ഇത് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ, അവരുടെ ഒരു ടീമിനെ കാണുമ്പോൾ തന്നെ അവർ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉള്ള കുറച്ച് ഈ പറയുന്ന പോലെ ടെക്നീക്സ്, മെഡിറ്റേഷൻ ടെക്നീക്സും ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് ടെക്നീക്സും പറഞ്ഞു തരും. അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യാനും, ആ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ അറ്റൻഷൻ സ്പാൻ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനും, പതുക്കെ അത് കൂട്ടി കൊണ്ടുവരാനും പറ്റും അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യുക. അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിനൊപ്പം തന്നെ ചേർത്ത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അവെയർനെസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ADHD സിംറ്റംസിനെ പറ്റിയിട്ട് മാക്സിമം അവെയറായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും ഓക്കെ അതെൻ്റെ ADHD കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഒരു തോട്ട് വരുമ്പോഴത്തേക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഈ ഓർഗനൈസിങ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതെൻ്റെ ADHD കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ, അത് മനസ്സിലാക്കാൻ പറ്റാത്തവരെ കൂടുതൽ ശ്രമിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, ഫോഴ്സ് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടൊന്നും പോകണ്ട.
നിങ്ങൾ പറയുക, നിങ്ങൾ പോവുക, അത്രേ ഉള്ളൂ. അവർക്ക് മനസ്സിലാക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യും. പിന്നെ 6ാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്ന ഒരു പോയിൻ്റാണ് സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ADHDയുടെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ കുറവാണ്. എന്നാലും നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ഗ്രൂപ്പുകളും ADHD ഉള്ളവരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ADHD വീഡിയോസിൻ്റെയൊക്കെ താഴെ കമൻറ്റുകൾ വന്നിട്ടുള്ളവരിൽ തന്നെ അവർ ഇതുപോലെ ഗ്രൂപ്പുകളിൽ കമൻ്റ് ഇടുന്നവരുണ്ട്. പിന്നെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നോക്കുക, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് ADHDയെ കുറിച്ചുള്ള. അത് മലയാളത്തിലല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള പേജസ് ഉണ്ട്, ഫോറിൻ പേജസ് ഉണ്ട്. ആ പേജസിലൊക്കെ നോക്കിയിട്ട് അവർ നല്ല നല്ല റീൽസ് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഇന്നറ്റൻറ്റീവ് ADHDയുടെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 7 പേര് 8 പേരടങ്ങുന്ന ഒരു മിനിമം സപ്പോർട്ട് ഗ്രൂപ്പ്. അത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടവരെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും ഡയഗ്നോസ് ചെയ്ത് എവിടെയാണെന്നും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ടെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്കൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മാതൃകയിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ADHD ഡയഗ്നോസ് ചെയ്തവർ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക. മിനിമം 7 to 8 ആൾക്കാരുടെ ഗ്രൂപ്പ് ആക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏറ്റവും മിനിമലായിട്ടിരുന്നാലേ നമുക്ക് പെട്ടെന്ന് ഓവർവെൽം ആവുന്ന ആൾക്കാരാണ് ഈ ഇന്നറ്റൻറ്റീവ് ADHD ഉള്ളവർ. അപ്പോൾ നമുക്ക് മിനിമലായിട്ടുള്ള ആൾക്കാർ, ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക, അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ഭാഗമാകുക. അങ്ങനെ കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസും തെറാപ്പിയും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്നത്, ഒരു വിധമെങ്കിലും എനിക്കിതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഡിസേബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ളവർ എല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലാക്കിയാലും അതിനൊരു പരിമിതിയുണ്ട്. നമുക്ക് ഇത്രത്തോളം ഇത് അറിയാം എന്നുള്ളത്, ഇത് പറയാം എന്നുണ്ടെങ്കിലും അവർക്ക് പലപ്പോഴും ഇത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെപ്പോഴും ഈ കാര്യങ്ങൾ മറക്കുന്നതും പല കാര്യങ്ങളും ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതും. ഇപ്പോൾ ആരുടെയും തെറ്റല്ല എന്നുള്ളതും അവരോടൊരു അനുകമ്പയോടുകൂടി സംസാരിക്കണം. ഇന്നറ്റൻറ്റീവ് ADHD ഉള്ളവരോട് കുറച്ച് ദയോടുകൂടി സംസാരിക്കുക, അവരെ ആ ഒരു ദയോടുകൂടി പരിഗണിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നറ്റൻറ്റീവ് ADHD ഡയഗ്നോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ADHD ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവരിൽ ഇതാണ് എനിക്കുള്ളത്, ഇന്നറ്റൻറ്റീവ് ADHD ആണ് എനിക്കുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ നമുക്ക് ചെറിയൊരു ഗ്രൂപ്പ് തുടങ്ങണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അത് മാത്രമല്ല ബാക്കിയുള്ളവരും നിങ്ങളെ ADHD അല്ലാണ്ട് കൊമോർബിഡായിട്ട് പല കണ്ടീഷൻസും ഇതിൻ്റെ കൂടെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മൂഡ് ഡിസോർഡർ ആണെങ്കിലും, ഇപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിലും, PTSD ആണെങ്കിലും, ഈ എല്ലാ കാര്യങ്ങളിലും ഈ ADHDയും കൂടെ ഇൻവോൾവ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡയഗ്നോസ് ചെയ്താലേ ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായി ഡയഗ്നോസ് എടുത്താലേ നിങ്ങളുടെ ഡോക്ടറിനും കറക്റ്റായിട്ട് ഈ കോഴ്സ് ഓഫ് മെഡിക്കേഷനും നിങ്ങൾക്ക് വേണ്ടി തരാനും നിങ്ങളുടെ തെറാപ്പിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി വരാനും സമയമെടുക്കും. പേഷ്യൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പേഷ്യൻസ് ഈസ് വെർച്യു, പേഷ്യൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി വൺ ഷുഡ് ഹാവ്. ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.